ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിലെ പ്രതി വീണ്ടും മണി ചെയിൻ തട്ടിപ്പ് നടത്തിയതായി പരാതി. നെക്സ്റ്റ് വൈബ് എന്ന പേരിൽ പുതിയ മണി ചെയിൻ തുടങ്ങി 68 കോടി രൂപയോളം തട്ടിയെടുത്തതായാണ് പരാതി. പരാതിയുടെ പകർപ്പ് ന്യൂസ് മലയാളത്തിൽ ലഭിച്ചു. ഇതിന്റെ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഒരു മണി ചെയിൻ തട്ടിപ്പ്, ഹൈറിച്ച് തട്ടിപ്പ് നടത്തി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം അവർക്ക് തന്നെ വളരെ പെട്ടെന്ന് കേരളത്തിൽ ഈ മണി ചെയിൻ തട്ടിപ്പ് തന്നെ നടത്താൻ കഴിയുന്ന തരത്തിൽ ആളുകൾ റെഡിയായിട്ടുണ്ട് തട്ടിപ്പിന് വിധേയരാവാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് ഈ പുതിയ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? കർഷകർ ഇതിലൊരു തമാശ എന്ന് പറയുന്നത്, നമ്മളൊരു 1000 രൂപ ആരെങ്കിലും കടം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് സ്വാഭാവികമായിട്ടും ആളുകൾ പറയുക. പക്ഷേ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരു സ്ഥാപനമാണ് ഹൈറിച്ച്. ആ ഹൈറിച്ച് തട്ടിപ്പിലെ പ്രധാന പ്രതികൾ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രതികളാണ് ഈ 4 പേര്. ഇതിൽ തന്നെ ജിനിൽ ജോസഫ്, കൂടാതെ അമ്പിളി, മറ്റ് 2 പേർ, അതായത് യഹിയാദ്, കൂടാതെ ഈ ഫിജീഷ്, ഈ 4 പേരും ഇവർ ഈ കേസിലെ ഈ ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിലെ പ്രതികളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിലെ 19, 20 അങ്ങനെ ഉള്ള പ്രതികളാണ്. ഈ പ്രതികളാണ് ഇപ്പോൾ എക്സ് വൈബ് എന്നുള്ള പേരിൽ പുതിയൊരു തട്ടിപ്പ് തുടങ്ങിയിരിക്കുന്നത്. അതും 68 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിരിക്കുന്ന പരാതി. മാഹി പോലീസിനാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പരാതിക്കാരൻ പറയുന്നത് 18 ലക്ഷം രൂപയോളം തൻ്റെ പക്കൽ നിന്നും തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയധികം തട്ടിപ്പ് നടത്തി 1000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികൾ വീണ്ടും ഒരു മണി ചെയിൻ തുടങ്ങുന്നു, വീണ്ടും തട്ടിപ്പ് നടത്തുന്നു, അതിനെതിരെ പരാതി വരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഇതെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഹർഷൻ, എന്നൊരു 1000 രൂപ കടം കൊടുക്കാത്ത മനുഷ്യർ, പല ആളുകളും കോടിക്കണക്കിന് രൂപ ഇത്തരം തട്ടിപ്പിൽ പോയി വീഴുന്നു എന്നുള്ളതാണ്. റൈറ്റ്. എന്തായാലും ഇവർക്കെതിരെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? തീർച്ചയായിട്ടും ഹർഷൻ, പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിക്കും ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിന്റെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസിലെ പ്രതികളാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കേസ് സംബന്ധിച്ചും ഈ തട്ടിപ്പിലേക്ക്, അതായത് 68 കോടി രൂപയാണ്. സാധാരണ 10 ലക്ഷത്തിൽ കൂടുതൽ തട്ടിപ്പുകൾ ഉണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരിശോധിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതൊരു മണി ചെയിൻ തട്ടിപ്പാണ്. മാത്രമല്ല കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ട്. അതുകൊണ്ട് പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹർഷൻ, റൈറ്റ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. എത്ര തട്ടിപ്പിന് വിധേയരായാലും വീണ്ടും വീണ്ടും തട്ടിപ്പിന് ഇരയാവാൻ കേരളത്തിൽ ആൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ 1000 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഹൈറിച്ച് കേസ് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് തൊട്ടു പിന്നാലെ അടുത്ത കേസ്, അതിലെ പ്രതികൾ തന്നെ 68 കോടി രൂപ പുതിയ കമ്പനി രൂപീകരിച്ചുകൊണ്ട് തട്ടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വിവരം. അത് ഒരേ സമയം അമ്പരപ്പുണ്ടാക്കുന്നതാണ്, കൗതുകമുണ്ടാക്കുന്നതാണ്. എന്നാൽ മലയാളിയുടെ ഈ വിഡ്ഢിത്തത്തെ ഓർത്ത് ആകെ അങ്കലാപ്പിലാക്കുന്നതുമാണ്.